ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. വീഡിയോയിൽ കണ്ടതുപോലെ ഒരു പേപ്പർ ഉപയോഗിച്ച് ഒരു വീട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മളൊരു പേപ്പറാണ് എടുക്കുന്നത് കേട്ടോ. കളർ പേപ്പർ നമ്മൾ 20 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ആയിട്ട് എന്ത് ചെയ്യുക, 4 സൈഡ്സും കട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇനി അതിനെന്ത് ചെയ്യുക, സെൻറ്ററായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതുപോലെ അതിനൊന്ന് തുറന്ന് വെച്ചിട്ട് വീണ്ടും 2 പോർഷൻ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്കതിൽ 4 ലൈൻസ് വലുതായിട്ട് കാണാം അല്ലേ. ഇനി അതിനെ തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നുകൂടി മടക്കി കൊടുക്കുക. ഇതുവരെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെറിയൊരു സ്റ്റെപ്സ് കൂടിയേ ഉള്ളൂ നമ്മളെ വീടായി മാറാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് നോക്കാം. അത് തിരിച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഉള്ളിലോട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കുക. 2 സൈഡും ഒരേപോലെ ഒരേ ഷേപ്പിൽ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 2 പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടും. ഇനിയുള്ളതാണ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ പേപ്പർ വെച്ചതിന് ശേഷം അതിനെ അങ്ങനെ ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പോർഷനും ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി അതിനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് സ്കൂളിൽ ഇതുപോലുള്ള വർക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് തരാറുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിൽ ജനലും വാതിലും ഒക്കെ എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് മാർക്കർ പെൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ജനലും വാതിലും നമുക്ക് ഇഷ്ടത്തിലുള്ള കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് ജനലിൽ ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് അതും നമുക്ക് ജനലായിട്ട് വാതിലായിട്ടൊക്കെ നമുക്കത് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ പിക്ചർ ഇതിൽ വീട്ടിൽ കൊടുത്തിട്ട് പോലെ തന്നെ അതിൻ്റെ ജനൽ കൊടുത്തിട്ട് വാതിൽ കൊടുത്തിട്ടില്ലേ, എന്നാൽ പോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.